ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്നത്തെ ഈ ഞായറാഴ്ച സമയം, ഇന്നത്തെ ഈ ആരാധന സമയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ, ഈ സമയത്ത് ഞങ്ങളെല്ലാവരെയും നീ കാത്തല്ലോ, പരിപാലിച്ചല്ലോ. ആപത്തനർത്ഥങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, മറ്റു പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്തല്ലോ ദൈവമേ. നന്ദി ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ഇന്നത്തെ ആരാധന സമയം കർത്താവേ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ തൃപ്പാദങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട കർത്താവേ. പലവിധമായ ഭാരങ്ങളാൽ, ദുഃഖങ്ങളാൽ, പ്രയാസങ്ങളാൽ വന്നവരുടെ ദൈവമേ, അവരുടെ മനസ്സിനോട് അവിടെ ഇടപെടണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രതികൂലമായി നിൽക്കുന്ന കാലാവസ്ഥയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹത്തിന്റെ പേമാരി വർഷിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന ദൈവമേ. ഇന്ന് കടന്നു വരാൻ സാധിക്കാതെ പോയവരുടെ ദൈവമേ, അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരോടൊപ്പം അവിടുത്തെ സാന്നിധ്യവും കൃപയും ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന ദൈവമേ. ഇന്ന് ഗായക സംഘ ഞായറാഴ്ച ലോകമെമ്പാടുമുള്ള എല്ലാ ഗായക സംഘങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. എളിയവനായ അടിയന് ഇങ്ങനെ ഒരു അവസരം തന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ. വചനവുമായി അടിയന് അവിടുത്തെ തൃപ്പാദത്തിൽ നിൽക്കുന്നു. വചനം അവിടുത്തേതാകുന്നു. വചനം വേർപിരിക്കുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവാകിയാൽ വചനം പറയുന്ന അടിയനോടൊപ്പം, വചനം കേൾക്കുന്ന നിന്റെ മക്കളോടൊപ്പം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ മഴ പോലെ പെയ്തിറങ്ങണം എന്ന് അപേക്ഷിക്കുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ഏറ്റവും ബഹുമാനപ്പെട്ട ഇടവക വികാരി റെവറൻഡ് ജേക്കബ് വി ജോർജ് അച്ഛൻ, ബഹുമാനപ്പെട്ട റെവറൻഡ് പി സി മാത്യു അച്ഛൻ, കൊല്ലം ബേത്ലഹേം മാർത്തോമ ഇടവകയുടെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രസ്റ്റി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, എന്റെ പ്രിയ ഗായക സംഘാംഗങ്ങൾ, എളിയവരിൽ എളിയവരായ അടിയന് ഇങ്ങനൊരു അവസരം തന്ന ക്വയർ മാസ്റ്റർ സന്തോഷ് ഷായൻ, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ ദൈവജനങ്ങളെ, ഇവർക്കും സ്വരരാഗ താളലയങ്ങളെ ക്രമീകരിച്ചവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഒരിക്കൽ ഒരു അമ്മയും മകളും കടൽ തീരത്ത് കൂടി നടന്നു വരികയായിരുന്നു. പട്ടം നിൽക്കുന്ന ഒരാളെ കണ്ട് പട്ടം വേണമെന്ന് ഈ മകൾ വാശി പിടിച്ചു. ഈ മകളുടെ വാശി കേട്ട് ഈ അമ്മ പട്ടം വാങ്ങിക്കൊടുത്തു. പട്ടം പറത്തി ക്ഷീണിതയായപ്പോൾ ഇരുവരും ആ കടൽ തീരത്ത് വിശ്രമിച്ച് സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അമ്മ ചോദിച്ചു, പട്ടം ഇഷ്ടമായോ? ഈ മകൾ പറഞ്ഞു, പട്ടം ഇഷ്ടമായി, പക്ഷേ ഈ നൂൽ കാരണം എനിക്ക് വേണ്ട വിധത്തിൽ ഈ പട്ടം പറത്താൻ സാധിക്കുന്നില്ല. അമ്മ പറഞ്ഞു, അങ്ങനെയല്ല, കാണുമ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന ഈ നൂലാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ഈ നൂലില്ലായിരുന്നെങ്കിൽ ഈ പട്ടം മരങ്ങളിലോ മറ്റു കൊമ്പുകളിലോ കുടുങ്ങി കീറിപ്പോകുമായിരുന്നു. അങ്ങനെയാണ് ഓരോ ക്വയർ മാസ്റ്റർമാരും കാണുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി നിസ്സാരങ്ങളിൽ നിസ്സാരമെന്ന് തോന്നും. എന്നാൽ സന്തോഷാനെ പോലുള്ള ക്വയർ മാസ്റ്റർമാർ ഇല്ലായിരുന്നെങ്കിൽ താളങ്ങളില്ലാതെ പോകുന്ന, ഈണങ്ങളില്ലാതെ പോകുന്ന, ദിശ തെറ്റിയ, കീറിയ
ദെബോര. നേതൃത്വ ചാതുര്യവും ദൈവത്തോടുള്ള അടുത്ത ബന്ധവും ദെബോരയ്ക്കുണ്ടായിരുന്നു. അവൾക്ക് എപ്പോഴെല്ലാം പുകഴ്ച ലഭിച്ചോ അപ്പോഴെല്ലാം അവളത് ദൈവത്തിൽ പരിപൂർണമായി അർപ്പിച്ചു. അധികാര കൊതിയോ അധികാരത്തോടുള്ള തീവ്രമായ ആഗ്രഹമോ ഒന്നു തന്നെ ദെബോരയ്ക്കില്ലായിരുന്നു. ദെബോരയുടെ നേതൃത്വത്തിൽ 40,000-ലേറെ കൃഷിക്കാർ കുന്തമോ വാളോ പരിചയോ വടിയോ രഥമോ ഒന്നുമില്ലാതെ 900 ഇരുമ്പുരഥങ്ങളുമായി വന്ന ഒരു സൈന്യത്തിനെതിരെ വിജയം കൈപ്പറ്റി. എന്തായിരുന്നു ഇവരുടെ വിജയത്തിന്റെ രഹസ്യം? ചിലർ രഥങ്ങളിലോ ചിലർ കുതിരകളിലോ വിശ്വസിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ നിവർന്നു നിൽക്കും. ഞങ്ങൾ കർത്താവിന് സ്തുതി പാടും. അവർ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി പുകഴ്ത്തിയതാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. ഈ ഭാഗം ഇന്നത്തെ ചിന്താവിഷയവുമായി ബന്ധപ്പെടുത്തി ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, കഷ്ടതയെ കർത്താവിന്റെ സ്തുതിയെ വർണ്ണിക്കുക. കഷ്ടതയെ കർത്താവിന്റെ സ്തുതിയെ വർണ്ണിക്കുക. Praise the Lord in your adversity. എന്താണ് കഷ്ടത? കഷ്ടതയും ദുഃഖവും പ്രയാസവും ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ല. ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തർക്കും പലവിധമായിട്ടുള്ള കഷ്ടതകളുണ്ട്. പലവിധമായിട്ടുള്ള കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഈ കഷ്ടതകൾക്ക് മധ്യത്തിലും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് പറഞ്ഞ് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ പ്രസംഗങ്ങളിലും അല്ലാതെയും എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയത് സകലവും കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും നമ്മുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിലും ചില പ്രശ്നങ്ങൾ നടക്കുക. എല്ലാവരും അമ്പരന്നുകൊണ്ടും വേവലാതിപ്പെട്ടുകൊണ്ടും പിറുപിറുത്തുകൊണ്ടും ഓടുക. എന്നാൽ ക്രിസ്തുവിന്റെ മക്കളാകുന്ന ഞാനും നിങ്ങളും മോശയുടെ ദൈവം എന്റെയും ദൈവം, ദെബോരയുടെ ദൈവം എന്റെയും ദൈവം എന്ന് പറഞ്ഞ് കർത്താവിനെ പാടി പുകഴ്ത്തുവാൻ സാധിക്കുന്നുണ്ടോ? ഇനി ഇന്ന് തീച്ചുള്ളിലൂടെ കടന്നു പോകുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കർത്താവിനെ പാടി പുകഴ്ത്തുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ ജനം മോശയുടെ വാക്കനുസരിച്ച് യാത്ര പുറപ്പെട്ടു. എന്നാൽ യാത്ര പുറപ്പെടുന്നതിന് മുൻപേ ഇവർക്കിടയിൽ ചില പിറുപിറുപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ മോശയുടെ വാക്കനുസരിച്ച് ഇവർ യാത്ര തുടർന്നു. യാത്ര തുടർന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ വഴിമുടക്കി ചെങ്കടലിന്റെ മധ്യേ വഴിയൊരുക്കി തരുന്ന യഹോവയാം ദൈവം. അവർ ചെങ്കടൽ കടന്ന് യാത്ര പോകാൻ ആരംഭിച്ചപ്പോൾ മോശ പറഞ്ഞു, നിൽക്ക്, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകളെ കണ്ടു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ചില അനുഭവങ്ങളെ അനുഭവിച്ചു. ഇതൊരിക്കലും മറക്കാതിരിക്കാൻ കർത്താവിനെ പാടി പുകഴ്ത്തണം.
നാമും കഷ്ടതയിൽ കർത്താവിനെ സ്തുതിക്കണം. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ ദൈവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാം പാടുന്ന ഓരോ പാട്ടുകളും വൈവിധ്യമാർന്ന ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉണ്ടാവുകയാണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഹൃദയത്തിൽ നിന്നും പാടുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. ജീവിതത്തെ ഉണർത്തുന്ന ദൈവിക സംഗീതം തിരിച്ചറിയുവാൻ സാധിക്കും. രണ്ടാമതായി, ദൈവവും ഞാനും തമ്മിലുള്ള ഐക്യമായ സംഗീതം. The music that is sung in unity between me and my Lord. നമ്മുടെ ദൈവത്തോടു കൂടി ഐക്യമായി നടക്കുമ്പോൾ നാം അനുഭവിക്കുന്ന സംഗീതാത്മകമായ ഒരു അനുഭൂതിയുണ്ട്. നമ്മുടെ ദൈവത്തോടു കൂടി ആരാധനയോടെ, വിശ്വസ്തയോടെ, താഴ്മയോടെ, സത്യസന്ധമായി നടക്കുമ്പോൾ നാം അനുഭവിക്കുന്ന അത്ഭുതകരമായ വിജയമാണ് ജയത്തിന്റെ ദിവ്യ സംഗീതമായി മാറുന്നത്. യോശുവ 6-ാം അധ്യായത്തിൽ യോശുവയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ജനതയോട് ദൈവം യെരിഹോ നഗരം കീഴടക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പടുകൂറ്റൻ മതിലുകളാൽ ബന്ധിക്കപ്പെട്ട യെരിഹോ നഗരം കീഴടക്കുന്നത് അസാധ്യമെന്ന് അവർക്ക് തോന്നി. ദൈവം യോശുവയോടും ഇസ്രായേലിനോടും 6 ദിവസം ഒരു പ്രാവശ്യം വീതം നഗരം ചുറ്റി നടക്കാൻ ആവശ്യപ്പെട്ടു. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി നടന്ന ശേഷം ഉച്ചത്തിൽ ആർപ്പ് വിളിക്കുവാൻ ആവശ്യപ്പെട്ടു. അവർ ഒരുമിച്ച് ചേർന്ന് ഐക്യമായി കാഹളം ഊതുകയും ആർപ്പ് വിളിക്കുകയും ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? മതിലുകൾ അത്ഭുതകരമായി ഇടിഞ്ഞു വീണു. ഐക്യമായ സ്തുതിയുടെ ശക്തമായ സ്വാധീനം. ഗായക സംഘം ഒരുമിച്ച് ചേർന്ന് ഐക്യമായി സ്തുതിക്കുമ്പോൾ ദൈവരാജ്യം മഹത്വപ്പെടും. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ തടവറയിൽ അടയ്ക്കപ്പെട്ട പൗലോസും ശീലാസും ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി പുകഴ്ത്തിയപ്പോൾ ഭൂമി കുലുങ്ങി, ചെങ്ങലകൾ അടിഞ്ഞു. നമ്മെ ഓരോരുത്തരെയും അലട്ടുന്ന കഷ്ടത എന്ന ചെങ്ങലെ ദൈവവുമായുള്ള ഐക്യമായ ബന്ധത്തിൽ നേരിടുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. 5 വർഷങ്ങൾക്ക് മുൻപേ ഡോക്ടറുമായുള്ള സംഭാഷണം കഴിഞ്ഞ് എന്റെ അമ്മ ICU ബെഡിൽ കിടക്കുന്ന എന്റെ അപ്പയെ കാണാനെത്തി. അപ്പ എന്നോട് ചോദിച്ചു, രക്ഷയില്ല അല്ലേ? നിറ കണ്ണുകളോടെ അമ്മ മറുപടി ചോദിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യും? അപ്പ കിടക്കുന്ന ആ ബെഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ദൈവത്തിന്റെ രൂപമുണ്ടായിരുന്നു. അതേ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അപ്പ പറഞ്ഞു, ഇതാണ് നിന്റെ വഴി, ഇതാണ് നിന്റെ വഴി. സൃഷ്ടാവാം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവവുമായുള്ള ഐക്യമായ ബന്ധത്തിൽ മുന്നോട്ട് പോയപ്പോൾ അടയ്ക്കപ്പെട്ട വാതിൽ തുറന്നു. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമാകുന്ന ദിവ്യ സംഗീതം, ജീവിതത്തെ ഉണർത്തുന്ന ദിവ്യ സംഗീതം തിരിച്ചറിയാൻ അമ്മയ്ക്ക് സാധിച്ചു. 1-ാം പാഠമായി വായിച്ച ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദെബോരയും ദൈവവുമായുള്ള ഐക്യമായ ബന്ധത്തിൽ ഒരു സൈന്യം പ്രവർത്തിച്ചപ്പോൾ അവർക്ക് വിജയം ലഭിച്ചു. ഗായക സംഘവും അതുതന്നെയല്ലേ ചെയ്യുന്നത്? നായകനാകുന്ന ക്രിസ്തുവിനാൽ നിയമിക്കപ്പെട്ട നേതാവിന്റെയും നേതൃത്വത്തിൽ ഐക്യമായ ഗാനങ്ങൾ ആലപിക്കുന്നു. നാമും ദൈവവും തമ്മിലുള്ള ഐക്യമായ സംഗീതത്തിന്റെ അടയാളമാണ് ആരാധന. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഐക്യമായി ശബ്ദമുയർത്തുമ്പോൾ മതിലുകൾ ഇടിഞ്ഞു വീഴും, ചെങ്ങലകൾ അണിയും, സ്വർഗം തുറക്കും. ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. ജീവിതത്തെ ഉണർത്തുന്ന ദൈവിക സംഗീതം തിരിച്ചറിയുവാൻ സാധിക്കും. 3-ാമതായി, ആശ്വാസമാകുന്ന സംഗീതം. ആശ്വാസമാകുന്ന സംഗീതം, the music that comforts life. പോരാട്ടങ്ങളുടെയും ഏകാന്തതകളുടെയും നടുവിൽ
വിജയം കൈപ്പറ്റിയ ശേഷം ദെബോരയും ബാരാക്കും ചേർന്നൊരു പാട്ട് പാടുന്നു. അത് വെറും ഒരു പാട്ടല്ല, അവർക്ക് ലഭിച്ച വിജയത്തിന്റെയും ആശ്വാസത്തിന്റെയും ഗദ്യരൂപം. ആത്മീയ സംഗീതം എന്തും വേദനിക്കുന്നവർക്ക് ഒരു ഉത്തരമായി, അപ്രതീക്ഷിതരുടെ നടുവിലെ പ്രതീക്ഷയായി, ആത്മീയ പോരാട്ടങ്ങളിലെ ആയുധമായും തീരുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടിന്റെ എഴുത്തുകാരനാണ് ജോസഫ് സ്ക്രിവൻ. ജോസഫ് സ്ക്രിവൻ അയർലൻഡിലാണ് ജനിച്ചത്. തന്റെ പഠനമെല്ലാം പൂർത്തിയാക്കി അദ്ദേഹം ഒരു വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ പ്രകൃത വധു വിവാഹത്തിന്റെ തലേ ദിവസം ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു. ദുഃഖം സഹിക്കാനാവാത്ത കുറച്ചേറെ നാളുകൾ കടന്നുപോയി. സ്ക്രിവൻ ആ നാട്ടിൽ തങ്ങുക എന്നത് അസാധ്യമായതുകൊണ്ട് അദ്ദേഹം കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാൻ തീരുമാനിച്ചു. കാനഡയിലെത്തി അദ്ദേഹം വേറൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവളെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ നിർഭാഗ്യം സ്ക്രിവനെ അലട്ടിക്കൊണ്ടേയിരുന്നു. ആ പെൺകുട്ടി ഒരു വലിയ അസുഖം ബാധിച്ച് മരണപ്പെട്ടു. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം സ്ക്രിവൻ കൈവിട്ടില്ല. അദ്ദേഹം ഒരു ചാരിറ്റി ഓർഗനൈസേഷനിൽ ഏർപ്പെട്ട് അനാഥരെയും ആരുമില്ലാത്തവരെയും വികലാംഗരെയും സഹായിക്കുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ 10 വർഷത്തിലേറെ സ്ക്രിവൻ ആ ഓർഗനൈസേഷനിൽ പ്രവർത്തിച്ചു വന്നു. അപ്പോഴാണ് സ്ക്രിവൻ ഒരു മെസ്സേജ് ലഭിക്കുന്നത്, തന്റെ മാതാവ് അയർലൻഡിൽ തീരെ സുഖമില്ലാതെ കിടപ്പിലായി എന്ന വിവരം. എന്നാൽ തന്റെ മാതാവിന്റെ അടുത്തേക്ക് പോകുവാനോ തന്റെ മാതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ട പണം ചെലവഴിക്കുവാനോ സ്ക്രിവന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യുമെന്ന് അറിയാത്ത അവസ്ഥയിൽ ആശ്വാസമെന്ന സംഗീതത്തെ സ്ക്രിവൻ അമ്മയ്ക്കായി എഴുതി. ഇന്ന് തലമുറകൾ ഏറ്റുപാടും അനേകം പേർക്ക് ആശ്വാസവും സമാധാനവും ബലവും നൽകുന്ന എന്ത് നല്ല ഒരു സഖി യേശു. ഇസ്രായേലിന്റെ മാതാവായി എഴുന്നേറ്റ ദെബോര പാടിയ പോലെ നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ നാവിലും സ്തുതിഗീതങ്ങൾ ഒഴുകണം. ദൈവം ചെയ്ത നന്മകളെ ഓർക്കാൻ, ദൈവം ആരാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ഏകാന്തതയിൽ തന്നെ സഖിയാകാം. അപ്പോൾ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ ദൈവജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഗായക സംഘത്തെ വെറും ഒരു പ്രകടനമായോ കലാകാരന്മാരായോ മാത്രം കാണുന്നതിന് പകരം എല്ലാവരെയും ദൈവസാന്നിധ്യവുമായി ബന്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ആരാധനാ നേതാക്കളായി കാണുമ്പോൾ ഓരോ ഗായക സംഘാംഗങ്ങളും ഇസ്രായേലിനെ വിജയത്തിലേക്ക് നയിച്ച ദെബോരമാരായി മാറും. ആത്മീക വരദാനമായ സംഗീതം എന്ന വലിയ ചിറകുകൊണ്ട് ഞങ്ങൾ പാടി പറക്കും. കഷ്ടതയിൽ കർത്താവിന്റെ സ്തുതിയെ വർണ്ണിച്ച് ദൈവമായുള്ള ഐക്യമായ ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആശ്വാസമാകുന്ന സംഗീതത്തെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് ദൈവം നമുക്കായി എഴുതൽ ചിട്ടപ്പെടുത്തുന്നു. എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഒരിക്കൽ കൂടി